തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ ഞാൻ കാണുന്നത് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നിരക്ഷരനായ മന്ത്രിയാണോ എന്നൊരിക്കൽ കൂടി സംശയം ജനിപ്പിക്കുന്ന പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന ആശയങ്ങൾ ആ വാക്കുകളായിട്ട് വരുന്നു, അതാകട്ടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായി മാറുകയും ചെയ്യുന്നു. രാഷ്ട്രീയ നിരക്ഷരതയാണെന്ന് പറയാനുള്ള കാരണം നമ്മളുടെ രാജ്യത്ത് അംഗീകരിച്ച നമ്മുടെ ഭരണഘടനയനുസരിച്ച്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് തുല്യത എന്നുള്ളതുണ്ട്. ആർട്ടിക്കിൾ 15 അനുസരിച്ച് ഏതൊരു തരത്തിലും ഒരു പബ്ലിക് ഓഫീസോ അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട വിഭവങ്ങളോ ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റ് ട്രൈബുകളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഈ ഭരണഘടന നിലവിൽ വന്നതിനു ശേഷവും മനുവാദത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആശയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലരായ മനുഷ്യരിൽ സമൂഹം അംഗീകരിക്കുകയും സമൂഹത്തിൽ ധാരാളം ആരാധകരുണ്ടാവുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെ ആശയമായി കൊണ്ട് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിയുടെ പ്രസ്താവന എങ്ങനെയാണ് അദ്ദേഹം നടത്തിയ കോണ്ടെക്സ്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയൊരു പ്രസ്താവന നടത്തേണ്ട ഒരു സാഹചര്യവുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പരാമർശിക്കുന്നത്. കാരണം ട്രൈബൽ പോപ്പുലേഷൻ വളരെ കുറവുള്ള മധ്യവർഗ സമൂഹം നിർണായകമായ വോട്ട് ബാങ്ക് ആയിരിക്കുന്ന, അതും മലയാളികളായിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷൻ വളരെ കുറച്ചു മാത്രം മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നൊരിടമാണ് ദില്ലി എന്ന് പറയുന്നത്. അവിടെ തന്നെ മയൂർ വിഹാർ എന്ന് പറയുന്ന സ്ഥലം, ആ മയൂർ വിഹാറിലെ മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദില്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹം ആം ആദ്മി പാർട്ടിയെക്കുറിച്ചോ ദില്ലിയിലെ സർക്കാരിനെക്കുറിച്ചോ പറയുന്നതിനു പകരം എന്തുകൊണ്ടാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞതെന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. ഏത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ആണെന്ന് പോലും മനസ്സിലാവുന്നില്ല. താൻ സംസാരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തയത്ര രാഷ്ട്രീയ നിരക്ഷരത ഈ സുരേഷ് ഗോപിക്കുണ്ടോ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുകയും ഒരേ സമയം തന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. എല്ലാ ബഹുമാനങ്ങളോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. കാര്യം അവിടെ അങ്ങനെയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ലല്ലോ ദില്ലി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത്. ദില്ലിയിൽ എത്രയെത്ര വിഷയങ്ങൾ ചർച്ച ചെയ്തു. BJP തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ശീഷ് മഹൽ വിവാദം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അവിടെ എന്ത് കിട്ടി സാധാരണക്കാർ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം ആ ഒരു രാഷ്ട്രീയമായ സാഹചര്യത്തെ പോലും മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം സുരേഷ് ഗോപിക്കില്ലേ എന്ന് സംശയം ജനിപ്പിക്കുന്നൊരു കോണ്ടെക്സ്റ്റാണിത്. ഇനി യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നൊരാശയം വാക്കുകളായി വന്നതാവാം. ആ വാക്ക് ഇങ്ങനെയാണല്ലോ, 2016 MP ആയ ഘട്ടം മുതൽ മോദിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് വ്യോമയാനം വേണ്ട, ഗോത്രവർഗം തരൂവെന്ന്. ഗോത്രവർഗ ക്യാബിനറ്റ് മന്ത്രി ഗോത്രവർഗമല്ലാത്തയാൾ ആവുകയേയില്ല. നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണിത്. ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിനായി മന്ത്രിയാവണമെന്നത് എൻ്റെ സ്വപ്നമാണ്. ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിനായി, അവരുടെ ഉന്നമനം എന്ന് പറഞ്ഞാൽ ഉന്നത കുലജാതൻ കഴിഞ്ഞാൽ പിന്നെ അവരാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന കുലജാതൻ എന്നാണ്. കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, റേസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രി തൻ്റെ രാജ്യത്തെ ജനങ്ങളെ വേർതിരിച്ച് കാണാൻ ശ്രമിക്കുന്നത് ആർട്ടിക്കിൾ 15 നഗ്നമായ ലംഘനമാണ്. എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത്? ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ഓഫ് പ്ലേസ് ഓഫ് ബർത്ത് എനിത്തിങ്. അപ്പോൾ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ റേസിൻ്റെ അടിസ്ഥാനത്തിലോ ഈ പറയുന്ന വിവേചനം സാധ്യമാകാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15 നഗ്നമായ ലംഘനമാണ്. ഉന്നത കുലജാതരെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, അവരെന്ന് മറ്റുള്ളൊരു വേർതിരിവ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഉന്നത കുലജാത ഈ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ഒരു സാമൂഹിക ബോധത്തിലേക്ക് എത്തുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? ഇപ്പോൾ ആരാ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ട്രൈബൽ അഫയേഴ്സ് വകുപ്പ് മന്ത്രി? ജുവാൽ ഓറമാണ്. ജുവാൽ ഓറം എവിടെ നിന്ന് വരുന്നയാളാണ്? ഒഡീഷയിൽ നിന്ന് വരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ട്രൈബ് ഏതാണ്? ഒറയോൺ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഒഡീഷയിലെ പ്രബലമായ ഗോത്രവർഗമാണ്. ആ പ്രബലമായ ഗോത്രവർഗത്തിൽപ്പെട്ട ജുവാൽ ഓറം 3 തവണയാണ്, അതായത് ട്രൈബൽ മിനിസ്റ്റർ രൂപീകരിച്ചതിന് ശേഷം 3 തവണയാണ് ഈ വകുപ്പ് മന്ത്രിയായിരിക്കുന്നത്. നമുക്കങ്ങനെ ഒരു ട്രൈബൽ വകുപ്പേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് 1999 വരെ സ്വതന്ത്ര ഭാരതത്തിൽ റിപ്പബ്ലിക് ഇന്ത്യയിൽ ട്രൈബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതിരുന്നത്? അത് അദ്ദേഹം രാഷ്ട്രീയമായി ഒരു വിമർശനമായി ഉന്നയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ സമ്മതിക്കുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് പറയേണ്ട പോയിന്റ് ഉണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി വരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വന്തമായ ഒരു ട്രൈബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്നത്. അത്
അതുവരെ അത് പ്രവർത്തിച്ചിരുന്നത് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അതിന് തൊട്ട് മുമ്പ് 1998 വരെ പ്രവർത്തിച്ചിരുന്നത് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അതിനു മുമ്പ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ട്രൈബൽ ഡിവിഷൻ മാത്രമായിരുന്നു. അപ്പോൾ BJP അധികാരത്തിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മിനിസ്ട്രി കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ധാരണ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതിൽ തന്നെ ആദ്യ മിനിസ്റ്ററായിട്ട് എത്തുന്നത് ജുവൽ ഓറാമാണ്. ഇപ്പോഴും അതേ മിനിസ്റ്റർ തന്നെയാണ്, ജുവൽ ഓറാമാണ് ഇരിക്കുന്നത്. ആരെയാണ് താങ്കൾ പരിഹസിക്കാൻ ശ്രമിച്ചത്? ജുവൽ ഓറം എന്ന് പറയുന്ന ഒഡീഷയിലെ ഒറയോൺ എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വരുന്ന ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററെയാണോ അപമാനിക്കാൻ ശ്രമിച്ചത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മറ്റുള്ള വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ട്രൈബൽ വിഭാഗത്തിൽ വരുന്ന പോലെ മറ്റുള്ള പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുന്നോക്ക വിഭാഗത്തിന് ഇവിടെ ഇന്ത്യയിൽ ഏത് വകുപ്പാണുള്ളത്? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വകുപ്പ് മുന്നാക്ക വകുപ്പിനായിട്ട് സംവരണം ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ മന്ത്രിക്ക് അറിയാത്തതാണോ, അതല്ല അറിയില്ല എന്ന് നടിക്കുന്നതാണോ എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, ആ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്. മയൂർ വിഹാറിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒട്ടും വിഷയമേ ആവാൻ പാടില്ലാത്തൊരു വിഷയം അദ്ദേഹം സംസാരിച്ച് കൊളമാക്കി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ തന്നെ ഭരണഘടനാ ലംഘനമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹം ഈ ഉന്നത കുലജാതനെന്നും അവരെന്നുമുള്ള ഒരു ധ്രുവീകരണത്തിലൂടെ നടത്തി. 3, നമ്മുടെ രാജ്യത്തെ നിലവിലിരിക്കുന്ന ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ജുവൽ ഓറത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തതേയില്ല. അദ്ദേഹം ജുവൽ ഓറത്തെ പോലെയുള്ള മന്ത്രിമാർക്ക് ആ വകുപ്പ് ഭരിക്കാൻ അറിയില്ല എന്ന് പരോക്ഷമായി പറഞ്ഞു വയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അത് ചെയ്തതൊരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള അബദ്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും തിരുന്നില്ല കേട്ടോ. അതിനുശേഷം ഇദ്ദേഹം ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കി. ആ വിശദീകരണക്കുറിപ്പ് ഞാൻ ഇന്നലെ നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയത്താണ് വിശദീകരണക്കുറിപ്പ് വരുന്നത്. അതിലൊരു ഭാഗം ഞാൻ വായിക്കാം. അദ്ദേഹത്തിന് ഇനിയും ഇത് മനസ്സിലായിട്ടില്ല, ഇതിലെന്താണ് കുഴപ്പമെന്ന് സുരേഷ് ഗോപിക്ക് ഈ നിമിഷം വരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ആ വിശദീകരണത്തിൻ്റെ കുറിപ്പ് എന്താണെന്നറിയാമോ? ഈ തുല്യതയുടെ ഭാഗമായാണ് ഭാരതത്തിലെ ആദിവാസികളും പിന്നാക്ക വിഭാഗങ്ങളും മുന്നാക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കണമെന്നും എന്നുള്ളതാണ്. ഇന്ത്യയിൽ പിന്നാക്ക വിഭാഗങ്ങളെ മുന്നാക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കണമെന്നാണോ അംബേദ്കർ പറഞ്ഞു വച്ചിരിക്കുന്നത്? അങ്ങനെയാണോ സുരേഷ് ഗോപി ധരിച്ചിരിക്കുന്നത്? അംബേദ്കർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ മുന്നാക്ക വിഭാഗക്കാർ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി വരണമെന്ന് എവിടെയെങ്കിലും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ജനാധിപത്യം അവസാനിക്കുകയല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഉന്നത കുലജാതർ എന്ന് പറയുന്നതിനൊരു പാട്രണൈസിംഗ് ആയിട്ടുള്ള രക്ഷാകർത്തൃ അധികാരം കിട്ടുകയില്ലേ? അങ്ങനെ വന്നാൽ അവർ അധികാരത്തിലെ ഉടമകളും മറ്റുള്ളവർ അടിയാളന്മാരുമായി തീരുകയില്ലേ? അങ്ങനെ ഒരു ബന്ധമാണോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അംബേദ്കർ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അംബേദ്കർ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? വ്യക്തിയുടെ അന്തസ്സിനെ മാനിക്കുന്നതാണ്. ആ അന്തസ് എന്ന് പറയുന്നത് ജാതിക്കോ മതത്തിനോ അവൻ്റെ സാമൂഹിക അസ്തിത്വത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട ഒന്നാണെന്നും അതിനെ ഏതെങ്കിലും തരത്തിൽ അധികാര ശ്രേണിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന ഈ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഉള്ള ശ്രേണികളിൽ അവനെ തളച്ചിടരുതെന്നുള്ളതുമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ശ്രേണീബന്ധിതമായിട്ടുള്ളൊരു അസമത്വമാണ് ജാതി എന്നും ആ ജാതിയിൽ ശ്രേണീബന്ധിതമായ ജാതിയെ മറികടന്നു പോകാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതുമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് മനസ്സിലാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് തുടർന്ന് നടത്തിയ വിശദീകരണത്തിൽ പോലും ഒരു പാട്രണൈസിങ്, ഒരു രക്ഷാകർത്തൃ ഭാവം ഉന്നത കുലജാതർക്കുണ്ട് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തലയിൽ നിന്ന് ജനിച്ചു, കയ്യിൽ നിന്ന് ജനിച്ചു, തുടയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുകയും പാദങ്ങളിൽ നിന്ന് ജനിച്ചു എന്ന മട്ടിലുള്ള വ്യാഖ്യാനം മനുസ്മൃതിയിൽ ഉണ്ടാവുകയും അത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അതിനെയാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിലൂടെ പെരിയോർ അടക്കമുള്ളവർ വളരെ നിർദ്ദയം ചവിട്ടിയരിച്ചത്. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. സ്വാഭിമാന പ്രസ്ഥാനം ഉണ്ടാകുന്ന സമയത്താണ് പെരിയോർ പറയുന്നത്, ബ്രാഹ്മണൻ തലയിൽ നിന്ന് ജനിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ, തുടകളിൽ നിന്ന് വൈശ്യൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ, പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാത്ത മനുഷ്യൻ അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചു എന്ന് വളരെ എല്ലാവർക്കും ബോധ്യമാവുന്ന രീതിയിൽ പെരിയോർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുലമഹിമയൊന്നൊന്നില്ല സ്വതന്ത്ര ഭാരതത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു കുലമാണ്, അത് മാനവ കുലമാണ് എന്നുള്ളതാണ്. മാത്രമല്ല സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിച്ചതായി ഞാൻ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത് 1927 ഡിസംബർ മാസം 25 തീയതിയാണെന്ന് തോന്നുന്നു, മഹാരാഷ്ട്രയിലെ മഹദ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ അംബേദ്കർ ഒരു വലിയ കുളത്തിൻ്റെ കരയിൽ ഒരു വലിയ സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അന്നാണ് ഈ മനുസ്മൃതി എടുത്ത് തീയിലിടുന്നത്. അന്ന് മനുസ്മൃതി അഗ്നിക്കിരയാക്കുമ്പോൾ അതിനുശേഷം അവിടെ ഓടിക്കൂടിയ ഒരു ജനതയുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്തതെന്നറിയാമോ? മഹദിലെ കുളം തീണ്ടിയ ഈ മനുഷ്യരിൽ നിന്ന് ആ കുളത്തെ മോചിപ്പിക്കാൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്യുന്നറിയോ? 108 കുടങ്ങളിൽ ഗോമൂത്രവും ചാണകവും കൊണ്ടുവന്ന് ആ കുളത്തിലൊഴിച്ചു. മനുഷ്യൻ്റെ സ്പർശം കൊണ്ട് മലീമസമായി എന്ന് കരുതിയ കുളം വൃത്തിയാക്കാൻ ചാണകം കലക്കിയ മനുഷ്യർ ജീവിച്ചിരുന്നൊരു നാടാണ്.
അവിടെയാണ് ഗോത്രവർഗത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉന്നത കുലജാതർ വരണമെന്ന രാഷ്ട്രീയ അസംബന്ധം സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് നിർഭാഗ്യകരമാണത്. അതൊരു രാഷ്ട്രീയ സാക്ഷരതയില്ലായ്മയുടെ പ്രശ്നമാണ്. ട്രൈബൽ വിഭാഗം എന്നുള്ളത് ഇന്ത്യയിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ 8.6% വരുന്ന 10-10.5 കോടിയോളം വരുന്ന 6000 കോടിയുടെ ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ സേവനങ്ങൾ ഇനിയും ലഭ്യമാകാത്ത ഒരു വലിയ വർഗ്ഗമാണ്. അതിനെ ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ മുഴുവൻ ഉന്നത കുലജാതരാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ, ഈ ബ്യൂറോക്രാറ്റുകൾ അവരുടെ ഫണ്ടൊക്കെ മാറ്റി ചെലവഴിക്കുന്നുള്ളൂ. ഈ ബ്യൂറോക്രാറ്റുകൾ ഉന്നത കുലജാതരാണെന്നേ. ഈ പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരല്ല. നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ മതി. അതിൽ 80% വരുന്നതാണ്. മന്ത്രിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഉന്നത കുലജാതരായ ബ്യൂറോക്രാറ്റുകളെ നിലനിർത്താൻ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട മന്ത്രിക്ക് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്ന് നോക്കൂ, ഇപ്പോഴും നമ്മളുടെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഈ പറയുന്ന ബോയ്ക്കോട്ടിംഗ് സംവിധാനമില്ലേ? നമ്മളെന്തിനാ സുരേഷ് ഗോപി മാത്രം കുറ്റം പറയുന്നത്? വിവിധ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സംവരണം ചെയ്യപ്പെടാത്ത മണ്ഡലത്തിൽ ഒരു ദളിത് ആദിവാസി സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? ആ ഇൻഹറൻ്റ് ആയിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. ധന്യരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പെട്രോളിയം വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ സുരേഷ് ഗോപി. നിങ്ങൾ ഉന്നത കുലജാതരായ ഗോത്രവർഗ്ഗപ്പൊന്നും കൈകാര്യം ചെയ്യേണ്ട, ആ പെട്രോളിയം വകുപ്പൊന്നും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത് കേരളത്തിൽ 50ഓളം പെട്രോൾ ബാങ്കുകൾ ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉന്നത കുലജാതരുടെ കയ്യിലായിരിക്കുന്നത്. അത് അവരുടെ കയ്യിൽ നിന്നെടുത്ത് ഈ ആദിവാസി വിഭാഗങ്ങൾക്കൊന്ന് കൊടുത്താൽ മാത്രം മതി. അതൊരു ഗോത്രവർഗ്ഗം ഒന്നും കിട്ടേണ്ടതില്ല. ഉന്നത കുലജാതനാണെന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഇപ്പോഴും അങ്ങ് തുടരുന്നതിന് അത് അങ്ങ് തുടരുക. അതിനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മാനസിക വ്യവസ്ഥയെ മാറ്റാൻ ഭരണഘടനയിൽ വ്യവസ്ഥയില്ലല്ലോ. നമുക്കത് അഭിപ്രായങ്ങൾ മാറ്റാനല്ലേ കഴിയത്തുള്ളൂ. പക്ഷേ അത് അദ്ദേഹം തിരുത്തണമായിരുന്നു. തിരുത്തിയതിൽ തന്നെ അബദ്ധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു മാനസിക ഒരു മനോനിലയാണ്. ആ മനോനില മാറുന്നില്ല. ഇതേ സുരേഷ് ഗോപി തന്നെയല്ലേ പൂണൂലുട്ട ബ്രാഹ്മണനായി അടുത്ത ജന്മം ജനിക്കണമെന്നും ഒക്കെ പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനോനിലയുടെ തുടർച്ചയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അതിനൊന്നും ഭരണഘടന വിലക്കില്ല. പക്ഷേ അത് പ്രാവർത്തികമാക്കുകയോ പൊതുവേദിയിൽ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹം ഉന്നത കുലജാതന ആഗ്രഹിക്കുകയാണ്. അത് അദ്ദേഹത്തിന് ആഗ്രഹിക്കാം. നിങ്ങൾക്ക് ഉന്നത കുലജാതനാവാൻ ആഗ്രഹിക്കാം. അല്ലെങ്കിൽ നെഹ്റു ആഗ്രഹിച്ചതുപോലെ അടുത്ത ജന്മത്തിൽ കർഷകനായി പാടങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാം. അതൊക്കെ ഓരോ മനുഷ്യരുടെ ആഗ്രഹങ്ങളാണ്. അതങ്ങനെ ആഗ്രഹിച്ചോട്ടെ. പക്ഷേ അത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അത് പ്രകടിപ്പിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. മാറാത്ത മനോനില തന്നെയാണ്. അദ്ദേഹം എന്താണോ അംബേദ്കർ 1927 ഡിസംബർ 25 ചെയ്തത്, ആ കത്തിച്ച പുസ്തകത്തെ വീണ്ടും നല്ല ഒന്നാന്തരം പുസ്തകമായി തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഒരു ശ്രമം എന്ന രീതിയിലാണ് ഞാനിതിനെ വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്നത്. Meet the editors.